വെൽക്കം. ഞാൻ സതീഷ് കുമാർ. അപ്പോ വയറിംഗ് ടെക്നിക്സിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇത് ഒരു പുതുതായിട്ട് ഇറങ്ങുന്നവർക്കും ഇപ്പൊ നിലവിലുള്ളവരുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഒരു വയറിംഗ് മെയിൻ്റനൻസുമായിട്ട് ചെന്നപ്പോൾ ഒരു വീട്ടിലൊരു സ്റ്റെയർ കേസ് വയറിംഗ് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതിന്റെ സ്വിച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡ് ഈ സ്വിച്ചിനല്ല, അതിന്റെ കൂട്ടത്തിൽ ഈ സ്വിച്ച് ബോർഡിലിരുന്ന ഒരു സ്വിച്ചിലിരുന്ന ബോർഡിനകത്ത് ചെറിയൊരു പ്രശ്നമായിട്ട് കണ്ടു. അപ്പൊ ആ സ്വിച്ച് ബോർഡ് മാറുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്വിച്ച് ബോർഡ് തുറക്കുമ്പോഴാണ് സ്റ്റെയർ കേസ് വയറിംഗ് ഈ 2A സ്വിച്ച് അതിനകത്തുണ്ടായിരുന്ന ഒരു സ്വിച്ച്. ഇപ്പൊ രണ്ട് സ്വിച്ച് ബോർഡിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒരു സ്വിച്ചിനകത്ത് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. ഇപ്പൊ ഞാൻ ഇത് നോർമൽ വയറിംഗ് ആണ്, ഇതാണ് നോർമൽ വയറിംഗ്. ഇതല്ല ഞാൻ കണ്ട കാര്യം. ഇങ്ങനെ ഒരു കാഴ്ച, അതായത് ആ ഫസ്റ്റ് സ്വിച്ചിന്റെ ഫേസ് മുകളിലത്തെ ടെർമിനലും താഴത്തെ ടെർമിനലും ഫേസും ന്യൂട്രലും കൊടുത്തിട്ട് സെന്റർ പോയിന്റിൽ നിന്നും നേരെ ലൈറ്റിലേക്ക്. ഇനി അങ്ങനെ എനിക്ക് സംശയം തോന്നിയാണ് ഞാൻ അടുത്ത ഇതിന്റെ മറ്റേ സ്വിച്ച് പോയി ഓപ്പൺ ചെയ്തു, ആ സ്വിച്ച് ബോർഡ് ഓപ്പൺ ചെയ്തു. അപ്പൊ അവിടെ ഇതുപോലെ ഫേസ് ന്യൂട്രൽ വന്നിട്ടുണ്ട്, അവിടെയും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈഡിലും ഫോളിലും താഴെയും സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതായത് ഒരു ടെർമിനലിൽ സ്വിച്ച് ടു സ്വിച്ച് നമ്മൾ വയറിംഗ് രണ്ട് വയറിന്റെ ആവശ്യം വരുന്നില്ല, പകരം ഓൾറെഡി സപ്ലൈ രണ്ട് സ്വിച്ച് ബോർഡിലും വരുന്നതുകൊണ്ട് അതങ്ങ് കൊടുത്തു. എന്നിട്ട് രണ്ട് സ്വിച്ചിനെ ടെർമിനലിന്റെ സെന്റർ ടെർമിനലിൽ നിന്നെടുത്ത് ഇതിലേക്ക് കൊടുത്തു. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, പക്ഷെ ഒരു കണ്ടീഷനില് സ്വിച്ചിന്റെ ലാമ്പിന്റെ രണ്ട് എൻഡിലും ന്യൂട്രലും, അടുത്ത കണ്ടീഷനില് അതായത് ഓഫ് കണ്ടീഷനാണ് ഞാൻ പറയുന്നത്, രണ്ട് എൻഡിലും ഫേസും ആയിരിക്കും വന്ന് നിൽക്കുന്നത്. സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള ധാരണയിൽ കയറി മെയിന്റനൻസിന് ബൾബ് മാറാനും ഒക്കെ പോകുന്ന ഒരു സാധാരണക്കാരനായ വീട്ടുകാരന് ഇത് ഷോക്ക് കേൾക്കും, അത് ഭയങ്കരമായ അപകടമുണ്ടാക്കും. അപ്പോ ദയവ് ചെയ്ത് നമ്മൾ പുതുതായിട്ട് വരുന്നവരും അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ളവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ളൊരു പരിപാടി ചെയ്യരുത്, അത് അപകടമുണ്ടാക്കുന്നതാണ്. നമുക്ക് ഇത് നിങ്ങൾ ഇപ്പൊ പുതുതായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ പോലും ഇനിയെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യരുത്. കാരണം സാധാരണക്കാരനായ വീട്ടുകാരന് ഇത് അറിയില്ല, അയാൾ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് കരുതി കയറി ബൾബിടാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ ഷോക്ക് ഏറ്റാൽ അത് എല്ലാവർക്കും അപകടമാണ്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. വീണ്ടും കാണിക്കും വരെ താങ്ക് യു.